ഹായ്, നമസ്കാരം. വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതുമായ കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി മുന്നോട്ടും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. കാരണം ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അധികം പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിനെ മാനേജ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടുന്ന 10 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യമാണ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർ പറയുന്നതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടേതായ ആ ഒരു മനോഭാവത്തിന് വളരെ പ്രയോറിറ്റൈസ് ചെയ്യുക. അത് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തി മെല്ലെ മെല്ലെ വെറുക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ സെൽഫ് ടോക്കിലും നമ്മളോടുള്ള സംസാരങ്ങളിലും നമ്മളെ കുറ്റപ്പെടുത്താതെ ഉള്ള സംസാരങ്ങൾ സൂക്ഷിക്കുക. അടുത്തതാണ് പ്രോബ്ലംസ് ഒബ്സ്റ്റക്കിൾസ് അല്ല എന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ അത് നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കരുതുക. അപ്പോ പ്രോബ്ലംസിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ജീവിതത്തില് ചുറ്റും നെഗറ്റീവ് പറയുന്ന ആൾക്കാര്, അതും ഒരു തരത്തിൽ ഒബ്സ്റ്റക്കിൾസ് ആണ് നമ്മുടെ വളർച്ചയ്ക്ക്. അങ്ങനെയുള്ളവരെ അധികം ശ്രദ്ധിക്കാതിരിക്കുക. അടുത്തതാണ് റൈറ്റ് യുവർ മിഷൻ. ഓൾവേസ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഡയറിയിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലോ എഴുതി വെക്കുക എന്നുള്ളത്. അത് എപ്പോഴും സെൽഫ് ഇംപ്രൂവ്മെന്റിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ പോയിന്റ് ആണ് ഹെൽപ്പ് അതേഴ്സ് വെനെവർ പോസിബിൾ. നമ്മള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പറ്റുന്നത് പോലെയുള്ള സഹായങ്ങള് ചെറുതായിരിക്കാം വലുതായിരിക്കാം, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുക തന്നെ ചെയ്യും. ആറാമത്തെ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഫോക്കസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. പലർക്കും പലതായിരിക്കും ജീവിതത്തിൽ നേടാനുള്ളത്. അപ്പോ നാരോ യുവർ ഫോക്കസ്. ഏഴാമത്തെ ഒരു പോയിന്റ് ആണ് എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുകയില്ല. എപ്പോഴും റിസ്ക് എടുത്ത് ചലഞ്ചുകൾ ജീവിതത്തിൽ എടുത്തിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പേടിയില്ലാതെ പുതിയ സ്റ്റെപ്പ് വെക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ എപ്പോഴും ട്രൈ ന്യൂ തിങ്സ്. അടുത്തൊരു കാര്യമാണ് ഓൾവേസ് ഫോർഗീവ് പീപ്പിൾ ആൻഡ് മൂവ് ഫോർവേഡ്. അതായത് വെറുപ്പുകൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അത് നമുക്ക് ആരോടാണോ വെറുപ്പ് അവരെ അല്ല അത് ബാധിക്കുന്നത്, നമ്മളെ തന്നെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒമ്പതാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും, അതായത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എക്സലന്റ് ആയിട്ട് നമ്മുടെ പരമാവധി കഴിവ് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് 10ാമത്തെ പോയിന്റ് ആണ് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അതായത് നമ്മുടെ ജീവിതത്തില് എപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആദിയാണ് നമുക്ക്, അല്ലെ? അപ്പോ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ ഓർത്ത് നന്ദിയായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഉള്ളതിൽ സംതൃപ്തി ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ
സാധിക്കുക ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഈ പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇത്തരം 10 ടിപ്സ് ഈ 10 ടിപ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു.